മിനിസ്റ്റർ, അതോടൊപ്പം തന്നെ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ മിനിസ്റ്റർ. അതായത് ഈ പല മേഖലകളിലും ഒരുപാട് ആളുകൾ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൃത്യമായി കിട്ടുന്നില്ല എന്നും കൂടെയുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ചോദിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ഈ വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട്. മന്ത്രി നേരത്തെ അതിലൊരു പ്രതികരണം നടത്തിയതാണെന്നുള്ളത് ഞാൻ കണ്ടതാണ്. പക്ഷേ ഇത്തരം ആളുകൾ സേവന സന്നദ്ധരായി എത്തുമ്പോൾ ഒരുപക്ഷെ അവരുടെ സഹായം അപ്പാടെ നിരസിക്കുന്നതിന് പകരം അതെങ്ങനെ ഈ ഗവൺമെന്റ് സംവിധാനത്തോട് ചേർത്ത് കൊണ്ടുപോകാം എന്നുള്ള കാര്യം കൂടിയല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതിലൊന്നും വേറെ വ്യത്യസ്ത അഭിപ്രായം ആർക്കുമില്ല. ഞാൻ ഇന്നലെ കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ വിശദമായി പറഞ്ഞതാണ്. അതിലൊന്നും വേറെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഭക്ഷണം ഉണ്ടാക്കലായിക്കൊള്ളട്ടെ, മറ്റു കാര്യങ്ങളായിക്കൊള്ളട്ടെ, ആളുകൾക്ക് നല്ല മനസ്സോടുകൂടി അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഒരുപാട് സംഘടനകളുണ്ട്. അവരെല്ലാം അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ പ്രശ്നം ഈ രക്ഷാദൗത്യത്തിൽ പങ്കുകൊള്ളുന്ന ആർമി ഉൾപ്പെടെയുള്ളവർക്ക് നൽകുന്ന ഭക്ഷണം പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഭക്ഷ്യവകുപ്പ് അത് ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചുകൊണ്ട് ഫുഡ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ പരിശോധിച്ച് അസോസിയേഷൻ, ഇതിന്റെ ഹോട്ടൽ അസോസിയേഷൻ തന്നെ വിതരണവും ചെയ്യുന്നു. അതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അത് ബെയിലി പാലത്തിന്റെ അപ്പുറത്ത് നടക്കുന്ന രക്ഷാദൗത്യത്തിൽ പങ്കുകൊള്ളുന്നവർക്കുള്ള ഭക്ഷണമാണ്. മിനിസ്റ്റർ പറയുന്നത് ശരിയാണ്, വസ്തുതയാണ്. കാരണം ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഭക്ഷണം അത് ഭക്ഷ്യയോഗ്യമാണോ എന്നുള്ള കാര്യങ്ങൾ ഫുഡ് ഇൻസ്പെക്ടർ അടക്കം പരിശോധിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പോലീസാണ് ഇടപെട്ടിരിക്കുന്നത്, പോലീസാണ് ഇത് വേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം മിനിസ്റ്റർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? അല്ല, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അപ്പൊ ഇതിന്റെ പുറത്തുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതിന് ആരും ഇവിടെ എതിരല്ല, ഒരാളും എതിരല്ല. ഞാനിപ്പോ ഈ പറഞ്ഞ വിഷയം ഉണ്ടായതിനു ശേഷം ഈ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുനവർ അലി തങ്ങളുമായി സംസാരിച്ചിരുന്നു. ഈ വൈറ്റ് ഗാർഡിന്റെ ഭാരവാഹികൾ വിളിച്ചിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുൾപ്പെടെ ഈ വിവിധ സംഘടനകൾ, വിവിധ യുവജന സംഘടനകളുണ്ട്, അവരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ആരും ഞാൻ ഒരാളും മോശം, ചിലർ കേമം എന്നൊന്നും പറയുന്നില്ല, എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ അഭിനന്ദിക്കുകയും ആ പ്രവർത്തനം തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഇവരോട് സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞൊരു പരാതി ഇത് മാത്രമാണ്, ഇതിൽ പോലീസിൽ അവരോട് എടുത്തിട്ടുള്ള ഒരു സമീപനം ശരിയായില്ല. അപ്പൊ ഞാനത് പോലീസിന്റെ ഹയർ ഒഫീഷ്യൽസുമായി സംസാരിച്ചു. അങ്ങനെ ഒരു സമീപനമാണ് സ്വീകരിച്ചെങ്കിൽ അത് ശരിയല്ല. കാരണം ഇതുവരെ പോലീസ് അങ്ങനെയല്ല സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവരും യോജിപ്പിക്കുന്ന വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചാണ് പോലീസ് എടുത്തത്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കും അറിയാലോ, നമ്മളൊക്കെ അവിടെ എല്ലാവരും ഉണ്ടല്ലോ. നമ്മൾ കർണാടകയിൽ പോയ മാധ്യമപ്രവർത്തകരുണ്ട്, അവിടെ ഷിലൂരിൽ രക്ഷാപ്രവർത്തനത്തിന് 1 കിലോമീറ്റർ അപ്പുറത്താണ് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ തടഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ. പക്ഷെ കേരളത്തിലെ ജനകീയ സ്വഭാവമുണ്ട്. അപ്പൊ പോലീസ് ഉൾപ്പെടെ എല്ലാവരും രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും സർക്കാരിന്റെ ഒരു നയത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ അത് പരിശോധിക്കണം. ഞാൻ പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടെ ഞാൻ ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ, വൈറ്റ് ഗാർഡ് അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഒരു നിർദ്ദേശം നൽകിക്കൂടെ ഈ അവസരത്തിൽ? അല്ല, ഞാൻ കലക്ടറുമായിട്ട് സംസാരിച്ചു, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചു. വോളണ്ടിയർമാരുടെ എണ്ണത്തിലധികം ഭക്ഷണമാണ് ഈ പോളിടെക്നിക് എന്ന ഈ ഭക്ഷണം കൊടുക്കുന്ന കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്തിട്ടുള്ളത്. വളണ്ടിയർമാർ എത്രയാണോ അതിലധികം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. മറ്റ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് കലക്ടർ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും വേറെ പ്രയാസവും പ്രശ്നവും ഇല്ല. അപ്പോ ഇത് വളരെ കൃത്യമാണ്. ബെയിലി പാലത്തിന്റെ അപ്പുറത്ത് രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്ന ഭക്ഷണം അത് ഔദ്യോഗികമായി പരിശോധനയ്ക്ക് വിധേയമായി നൽകേണ്ടതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ആരും എതിർക്കുന്നില്ല, എല്ലാവരും അംഗീകരിക്കുകയാണ്. എന്നാൽ ബെയിലി പാലത്തിന്റെ ഇപ്പുറത്ത് ആരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി വന്ന് ആ ഭക്ഷണം കൊടുക്കുന്നില്ല, അതിലൊരു തടസ്സവും ഒരു പ്രശ്നവും അതിനകത്ത് വരുന്നില്ല. ഇത് ആരോ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ഒരു കുഴപ്പമുണ്ടാക്കുകയാണ്. ഇന്നുവരെയുള്ള നമ്മുടെ ഐക്യത്തെ തടസ്സപ്പെടുത്താനുള്ള വിഭജിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എല്ലാവരും ചേർന്ന് എതിർക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ പറയുന്നത് അനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇതുവരെയുള്ള ഐക്യത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, ഐക്യത്തോടെ നിൽക്കണം. കാരണം ഇവർക്ക് അതിനുള്ളൊരു പ്രവർത്തനത്തിനുള്ള ഒരു അനുമതി കൂടെ ഈ അവസരത്തിൽ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മിനിസ്റ്റർ? അല്ല, അവർ ഇന്നലെ വരെ എന്താണോ ചെയ്തത് അത് തുടരുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അത് ഞാൻ രാവിലെ സംസാരിച്ചപ്പോ പറഞ്ഞാണ്, ഇതിലുള്ള പ്രശ്നം ബെയിലി പാലത്തിന്റെ അപ്പുറത്ത് രക്ഷാദൗത്യത്തിന് പോകുന്നവർക്ക് നൽകുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. ആ ഭക്ഷണത്തിൽ പരിശോധന നടത്തണം
എന്നുള്ളതൊരു വസ്തുതയാണ്. അത് മാത്രമേ ഉള്ളൂ. നിലവിൽ ഭക്ഷണം അതിന്റെ പുറത്ത് ഉണ്ടാക്കുന്ന ആളുകൾ ഇപ്പൊ അവിടെ കേന്ദ്രീകരിച്ച് ഇത്രയും ദിവസം നിന്നവർക്ക് അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിന് പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ അവരുടെ ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു കുഴപ്പം ആർക്കും ഇല്ലല്ലോ. എന്താ തീർച്ചയായിട്ടും മിനിസ്റ്റർ പറയുന്നത് കേട്ടതിൽ നിന്ന് വ്യക്തമായത് പോലീസിന്റെ ഒരു അനാവശ്യമായ ഇടപെടൽ ഇതിൽ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അക്കാര്യം ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ മിനിസ്റ്റർ? അല്ല, പോലീസിന്റെ അനാവശ്യമായ ഇടപെടൽ ഉണ്ടായി എന്ന് ഒരു അഭിപ്രായം ഉയർന്നത് പോലീസിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പോലീസിനെ കുറിച്ച് പരിശോധിച്ച് നോക്കൂ. ഇതുവരെയും വളരെ സൗഹാർദ്ദപരമായും എല്ലാവരോടും യോജിച്ചിട്ടല്ലേ പോലീസ് നിന്നിട്ടുള്ളൂ. അപ്പോ ഈ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതവർ പരിശോധിക്കട്ടെ. പോലീസിന്റെ ഹയർ ഒഫീഷ്യലിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്, അതവർ പരിശോധിക്കട്ടെ. അതിന് നമ്മൾ ഈ സംവിധാനം ആകെ മോശമാണ്, ഇതാകെ പ്രയാസമാണ്, ആകെ കുഴപ്പമാണെന്നുള്ള പ്രചരണം നടത്തുമ്പോൾ അതിനോട് നമുക്ക് യോജിക്കുമോ? അവരെ നിരുത്സാഹപ്പെടുത്തണ്ടേ? നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പോണ്ടേ? അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇത് ഏതെങ്കിലും ഒരാളോ രണ്ടാളോ ഏതെങ്കിലും ഒരു സംവിധാനമോ മാത്രം ചെയ്യേണ്ടതല്ല. എല്ലാവരും യോജിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു കുടുംബം പോലെ നിന്നുകൊണ്ട് ഒറ്റക്കെട്ട ഒരു ടീമായി നിന്നുകൊണ്ട് ഇതുവരെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയ്തു പോകേണ്ടതാണ്. ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട്, അതൊക്കെ ചർച്ച ചെയ്ത് അപ്പപ്പോ പരിഹരിച്ച് പോകാവുന്നതാണ്. ഇത് എന്തായാലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ ആ കാര്യങ്ങൾ ഒന്നും കൂടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പഠിക്കണം. മാത്രമല്ല ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലാണെന്ന് തോന്നുന്നു ഈ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടപ്പം കാലാവധി കഴിഞ്ഞ ബ്രെഡ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അതൊക്കെ അത്തരം പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തുകയാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ ഒരു 6 ദിവസം ഇത് നല്ല നിലയിൽ നടത്തിയ കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നല്ലാതെ നമ്മളിപ്പോ യോജിപ്പോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നിലപാടുകൾ അത് തുടരുകയാണ് ചെയ്യേണ്ടത്. അത് തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് റിയാസ്. എന്തായാലും ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വൈറ്റ് കാർഡിന്റെ ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അനാവശ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ബെയിലി പാലത്തിനപ്പുറത്തെ ഭക്ഷണ വിതരണം നടത്തുമ്പോൾ അത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരടക്കം പരിശോധിക്കണമെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും ഇവിടെ ഉണ്ടായത് പോലീസിന്റെ ഒരു അനാവശ്യ ഇടപെടലുകൾ തന്നെയാണെന്നുള്ള വ്യക്തമാക്കുന്ന വാക്കുകൾ തന്നെയാണ് നേരത്തെ സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിലടക്കം മന്ത്രിയുടെ പ്രതികരണങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് അടക്കം ഈ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ തുടർ നിർദ്ദേശങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളത് കൂടിയാണ്. മാത്രമല്ല ഇവർക്ക് ഭക്ഷണ വിതരണത്തിന് തടസ്സമൊന്നും ഉണ്ടാകില്ല എന്നൊരു കാര്യം കൂടിയാണ് മന്ത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. മന്ത്രി P. മുഹമ്മദ് റിയാസ് ആണ് മീഡിയ വണ്ണുമായി സംസാരിച്ചത്.